വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട്. കോൺഗ്രസിനും കോഴിക്കോട്ടെ കോൺഗ്രസ് UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി VM ബിനുവിനും തിരിച്ചടി. VM ബിനുവിന് മത്സരിക്കാനാകില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് ചോദ്യം ചെയ്ത് VM ബിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സംവിധായകനും സെലിബ്രിറ്റിയുമാണ് താനെന്ന് VM ബിനു ഹൈക്കോടതിയിൽ പറയുന്നു. സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. എതിർപ്പുണ്ടെങ്കിൽ കമ്മീഷനെ അറിയിക്കുമെന്ന് ഹൈക്കോടതി പറയുന്നു. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂല ഉത്തരവ് നൽകാനാവില്ല. സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ് ഇവിടെ ബാധകമാണ്. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇവിടെ തിരുവനന്തപുരത്തെ വൈഷ്ണയുടെ കേസിന് വിപരീതമായിട്ടുള്ളൊരു നടപടിയാണ് ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും VM ബിനുവിൻ്റെ കേസിലുണ്ടായത്. അതായത് കോൺഗ്രസിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിയുന്നു. വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു. എന്താണ് ഹൈക്കോടതി VM ബിനുവിൻ്റെ ഹർജി തള്ളിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്? ടോം, വൻ തിരിച്ചടിയാണ് UDF ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു അടിയന്തരമായ ഇടപെടൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് VM ബിനു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പക്ഷേ ആ ഹർജി നേർ വിപരീത ഫലത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന കാഴ്ച നേരത്തെ തന്നെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് VM ബിനു 2020 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അത് പുതുക്കുന്നതിനുള്ള അപേക്ഷ നൽകി അല്ലെങ്കിൽ പട്ടികയിൽ നിന്നോ ബിനു പോലും അറിയാത്ത ഒരു സാഹചര്യം. പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതിനോ ചേർക്കുന്നതിനോ ഒന്നും പിന്നീട് അപേക്ഷ നൽകിയിരുന്നുമില്ല. അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയത് താൻ 2020 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നാണ്. പക്ഷേ ഇന്നലെ നടത്തിയ പ്രാഥമിക പരിശോധനയിലും പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലും 2020 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ VM ബിനുവിന് വോട്ടുണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബിനുവിന് വോട്ടുണ്ടാവില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചൊരു അനുകൂല ഉത്തരവ് നേടാൻ ശ്രമിച്ചത്. താൻ സെലിബ്രിറ്റിയാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ആളാണ്, തന്റെ വോട്ട് പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ഹർജിയിൽ VM ബിനു സമർത്ഥിച്ചു. പക്ഷേ കോടതി പറയുന്നത് സെലിബ്രിറ്റി എന്നോ സാധാരണക്കാരനായ പൗരനെന്നോ ഇക്കാര്യത്തിൽ വ്യത്യാസമില്ല എന്നാണ്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ബിനു ബാധ്യസ്ഥനാണ്. വാർത്തകൾ അറിയേണ്ട ആൾ അല്ലേ അല്ലെങ്കിൽ പത്രം വായിക്കുന്ന ആളല്ലേ എന്ന ചോദ്യമൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ LDFിനെതിരെ ആരോപണം ഉന്നയിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. അതായത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ വോട്ട് വെട്ടിമാറ്റിയതിന് പിന്നിൽ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ വസ്തുതാപരമായ സാങ്കേതികമായ പിഴവ് ബിനുവിന്റെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അക്കാര്യത്തിലാണ് കോടതിയിൽ നിന്നും ഒരു തീർപ്പുണ്ടായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസിന്റെ പ്രതീക്ഷ തിരുവനന്തപുരത്തെ മുട്ടടയിലെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചു. സമാനമായ രീതിയിൽ കോടതിയെ സമീപിച്ചാൽ നിയമപരമായി മുന്നോട്ട് പോയാൽ VM ബിനുവിന് അനുകൂലമായൊരു നടപടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചു കാണും അല്ലേ അനീഷ്? ടോം, രണ്ട് കാര്യങ്ങളും വിഭിന്നമായ കാര്യങ്ങളാണ്. കാരണം മുട്ടടയിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട അതായത് വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇവിടെ 2020 വോട്ടർ പട്ടികയിലെ VM ബിനുവിന്റെ പേരില്ല. അങ്ങനെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാൾക്ക് ചേർക്കാനുള്ള അവസരങ്ങൾ പല തവണയായി നൽകുന്നുണ്ട്. പക്ഷെ ആ അവസരങ്ങൾ ഒന്നും വിനിയോഗിക്കാതെയാണ് VM ബിനു നിന്നത്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോഴും സാധാരണഗതിയിൽ ആദ്യം മുന്നണി നേതാക്കൾ അല്ലെങ്കിൽ ആ കക്ഷിയിലെ പ്രവർത്തകരൊക്കെ പരിശോധിക്കേണ്ടത് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്നതാണ്. ആ ഒരു പരിശോധന VM ബിനുവിന്റെ ക്യാമ്പിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഉണ്ടാവില്ല എന്നാണ്. ഇന്നലെ തന്നെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞത് തങ്ങൾക്ക് പിഴവ് പറ്റി ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ്. CPM അത് തന്നെയാണ് പറഞ്ഞത്. ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയെ മത്സരിക്കാനായി കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്നുള്ള പ്രാഥമിക പരിശോധന പോലും നടത്താതെയാണ് അദ്ദേഹത്തെ കോൺഗ്രസ് അപമാനിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് നേരത്തെ മുതൽ തന്നെ പ്രകടമായിരുന്നു VM ബിനുവിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നതും അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇനി സ്ഥാനാർത്ഥിയാവാൻ കഴിയില്ല എന്നതും. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി കൂടി എത്തിയതോടെ ഇനിയിപ്പോൾ അദ്ദേഹം മത്സരരംഗത്ത് തുടരാൻ കഴിയില്ല എന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ടോം, തീർച്ചയായും അങ്ങനെയെങ്കിൽ അനീഷ്, കാരണം VM ബിനുവിനെ മുന്നിൽ നിർത്തി മേയർ സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അങ്ങനെ കോഴിക്കോട് നഗരസഭാ ഭരണം പിടിക്കാനുള്ള നീക്കങ്ങളും തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ കോൺഗ്രസ്. പക്ഷേ ഇവിടെ എല്ലാം തുടക്കത്തിൽ തന്നെ പാളുന്ന കാഴ്ച. പകരം VM ബിനുവിന് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം, മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം.
അങ്ങനെയെങ്കിൽ ആരായിരിക്കും പുതിയതായി കോൺഗ്രസ് മുന്നിൽ നിർത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിർത്തുന്ന വ്യക്തി? അത്തരം സൂചനകളുണ്ടോ? ടോം, നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തുടക്കഘട്ടത്തിൽ തന്നെ PM നിയാസ് KCC സെക്രട്ടറി കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കട്ടെ എന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് കോൺഗ്രസ് വിശദമായ ചർച്ചകൾക്കൊടുവിൽ ഒരു തീരുമാനത്തിലെത്തി. ഒരു പൊതു സമ്മതനായ ആൾ അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രശസ്തനായ ഒരാളെ നിർത്തിയാൽ ഈ പൊതു സമൂഹത്തിന്റെ കുറച്ചുകൂടി വോട്ട് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ കുറെ അധികം തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. പ്രത്യേകിച്ചും 10-45 വർഷത്തിലധികമായി CPM തന്നെ ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ, ഒറ്റയ്ക്ക് CPM ഭരിക്കാൻ ഉള്ള ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷൻ. അതുകൊണ്ട് പൊതുസമ്മതരായ ചില ആളുകളെ അണിനിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു മാറ്റം വരുത്താം. അതായത് പൊതുസമ്മതരായ ആളുകൾ അല്ലെങ്കിൽ യുവജനങ്ങൾ, ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ എന്നിവരിൽ നിന്നൊക്കെ ഒരു അനുകൂല തീരുമാനം ഉണ്ടാക്കിയെടുക്കാം എന്നൊരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് PM-നെ ഒരു മേയർ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് ആ പാർട്ടി മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ ആ നീക്കത്തിലാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക മുഖം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാവില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ആദ്യം പട്ടിക അടക്കം പ്രസിദ്ധീകരിച്ചു ഒരു വള്ളപ്പാട് മുന്നിലാവാം എന്ന പ്രതീക്ഷ കോൺഗ്രസ് ഉണ്ടായിരുന്നു. പക്ഷേ പാളയത്തിനുള്ളിൽ അതായത് റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ അസംതൃപ്തികൾ പരസ്യമായി പറഞ്ഞ് ചില നേതാക്കൾ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നിങ്ങനെ വലിയൊരു തലവേദനയിൽ തീർക്കുകയായിരുന്നു. ആ തലവേദനകൾക്കിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അത് വലിയ ദോഷകരമായി തന്നെ ബാധിക്കും. ഇനി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്ക് ആ പാർട്ടി നീങ്ങുകയാണ്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് നേരത്തെ കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ നൽകിയ സൂചന. എന്തായാലും അത്തരം ഒരു സ്ഥാനാർത്ഥിയെ അടിയന്തരമായി കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് പാർട്ടി നീങ്ങിയിരിക്കുകയാണ്. ടോം, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനും PM-നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഹൈക്കോടതി PM-ന്റെ ഹർജി തള്ളിയിരിക്കുന്നത്.